2026 വേൾഡ് കപ്പ് ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ക്വാർട്ടർ ഫൈനൽസ് പോരാട്ടങ്ങൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ സെമി ഫൈനൽസ് വരെ എത്തി നിൽക്കുകയാണ്. ഈ സെമി ഫൈനൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4, അതായത് ഫിഫ റാങ്കിങ്ങിൽ ആദ്യത്തെ 4 സ്ഥാനമുള്ള ആളുകളാണ് സെമി ഫൈനൽസ് കളിക്കാൻ പോകുന്നത്. ഫ്രാൻസ്, അർജൻറ്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വാശിയേറിയ പോരാട്ടമാവും എന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ക്വാർട്ടർ ഫൈനൽസിൽ തന്നെ നമ്മൾ ഒരുപാട് വാശിയേറിയ പോരാട്ടങ്ങൾ ഈ ഒരു വേൾഡ് കപ്പിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്നെക്കാളും അറിവുള്ള ഷാഫിക്ക ഉണ്ട്, അതുപോലെ തന്നെ സെയ്ഫൊക്കെ ഇവിടെ ഉണ്ട്. അതെ, ചോദിച്ചു തുടങ്ങുന്ന നമുക്ക് ആദ്യം ഫ്രാൻസ് സ്പെയിൻ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഫ്രാൻസ് സ്പെയിൻ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് ഷാഫിക ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതല്ല, ഞാൻ ഇത് പറയുമ്പോൾ 2002 ലോകകപ്പ് സമയത്തേ അന്ന് മലയാളത്തിലെ പ്രസിദ്ധനായ എനിക്കൊന്ന് തിരുത്തട്ടെ, ഫ്രാൻസ് സ്പെയിൻ മത്സരം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. 2002 ലോകകപ്പ് സമയത്ത് 2002 ലോകകപ്പാണ് നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഈ ഫ്ലെക്സ് വിപ്ലവമൊക്കെ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയ വേൾഡ് കപ്പ്. 98 പക്ഷെ അന്ന് പക്ഷേ കൈകൊണ്ട് വരച്ച മറ്റേ ഇതായിരുന്നു ഫ്ലെക്സ്, അങ്ങനത്തെ ബോർഡുകൾ. അത് ആദ്യമായിട്ട് വരുന്നൊരു വേൾഡ് കപ്പ് 2002 വേൾഡ് കപ്പ് വന്നത്. 2006 കുറഞ്ഞു ശക്തമായിട്ട്. 2002 മറ്റേ അർജന്റീനക്കാരെ മുടി നീട്ടി വളർത്തിയിട്ട് ഭയങ്കര ഒരു വിപ്ലവം ഉണ്ടായിരുന്നു. ബാറ്റി ആ ടീമിൽ മൊത്തം എല്ലാവർക്കും നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു സെലിബ്രേഷനോടെ വന്ന വേൾഡ് കപ്പാണ്. അപ്പോൾ അന്ന് നമ്മളെ മലയാളത്തിലെ പ്രസിദ്ധനായ ആൾ, നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഹിഗിറ്റൊക്കെ എഴുതിയ NS മാധവൻ അന്ന് പറഞ്ഞൊരു പ്രവചനം ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയം അർജന്റീനക്കൊപ്പമാണ്, പക്ഷേ എൻ്റെ തലച്ചോറ് ഫ്രാൻസിൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ വേൾഡ് കപ്പിൽ ഫ്രാൻസും അർജന്റീന ഒന്നാം റൗണ്ടിൽ തന്നെ പുറത്തായി എന്നുള്ളൊരു സംഗതി. അപ്പോൾ സെമി ഫൈനൽ എത്തിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കടെടുത്ത് പറയുകയാണെങ്കിൽ, എൻ്റെ മനസ്സ് അർജന്റീനയും സ്പെയിനും തമ്മിൽ ഫൈനൽ കളിക്കണം എന്നാണ്. പക്ഷേ എൻ്റെ തലച്ചോറ് പറയുന്നു അത് അങ്ങനെ സംഭവിക്കില്ല, കളിക്കുക ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലായിരിക്കുന്നുള്ളൂ. അതാണ് തലച്ചോറും ഉറപ്പിച്ചൊക്കെയാണ്. ഈ തലച്ചോറ് പറഞ്ഞ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, നോർവേക്കെതിരെ ബ്രസീലിന് ഈസി കേക്ക് വാക്കാവും എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത്? കുറേ മുമ്പ് കഴിഞ്ഞ സംഭവമാണല്ലോ. അത് ഞാനും സൈഫ് തമ്മിൽ അത്യാവശ്യം കച്ചറൊക്കെ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. ഞാനിപ്പോഴും ഉറച്ചു വെക്കുന്നു, ആ കളി ബ്രസീലിന് കേക്ക് വാക്ക് ആവേണ്ട മാച്ച് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അത് ടാക്ടിക്കൽ കാർലോ ആഞ്ചലോട്ടിയുടെ ടാക്ടിക്കൽ തീരുമാനത്തിൽ വന്ന ഒരു അബദ്ധത്തിൽ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ബ്രസീൽ ആ കളി കൈവിട്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ കളി ബ്രസീൽ ജയിക്കാമായിരുന്ന അതിനുള്ള സ്ട്രെങ്ത്തുള്ള പ്ലെയേഴ്സാണ്. പക്ഷെ അന്ന് അൾട്രാ ഡിഫെൻസീവായി കളിച്ചിട്ട് നോർവേക്ക് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് കൊടുത്തിട്ടാണ് കളി തോറ്റതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. സെയ്ഫു ഖാൻ്റെ അഭിപ്രായം എന്താണ് അതിൽ? കാരണം സെയ്ഫു ഖാൻ പറഞ്ഞൊരു സംഭവം ഈസി ആവില്ല എന്നുള്ളതാണ്. മിഡ്ഫീൽഡ് കമ്പാരിസൺ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം രണ്ട് മിഡ്ഫീൽഡ് നമ്മൾ ബ്രസീലിൻ്റെ കഴിഞ്ഞ കളിയൊക്കെ കമ്പയർ ചെയ്തതാണ്. അപ്പം മിഡ്ഫീൽഡേഴ്സിൽ പക്വേറ്റ കൂടി വരാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിടവ്, അത് നികത്താൻ ആരാ ഉള്ളത് എന്നുള്ളതായിരുന്നു നമ്മളെ ചോദ്യം. മാർട്ടിനലി അങ്ങോട്ട് വലിച്ചു കളയാൻ. പക്ഷെ മാർട്ടിനലിയെ വെച്ച് അതൊരു പരീക്ഷണമായിരുന്നു. അത് ഒരു നോക്കൗട്ട് സ്റ്റേജിലൊരു പരീക്ഷണം. ആ പരീക്ഷണം പാളി, നിങ്ങൾ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ പക്വേറ്റയെ ഒഴിവാക്കി കഴിഞ്ഞാൽ, പക്വേറ്റ കളിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ ആരെ റീപ്ലേസ് ചെയ്യാനുണ്ടെന്നുള്ളൊരു ആശങ്കയായിരുന്നു. ആ ആശങ്കയായിട്ട് തന്നെ തുടർന്നു. അതൊന്നുമല്ല, ബ്രസീലിൻ്റെ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്ത് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ആയിരുന്നു അല്ലേ. നമുക്കറിയാം വിനീഷ്യസ് ജൂനിയറൊക്കെ അണിനിരിക്കുന്ന വിനീഷ്യസൊക്കെ അവിടെ ആക്ച്വലി പ്രൂവ് ചെയ്തൊരു പ്ലെയറാണ്. ഈ വേൾഡ് കപ്പിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇവോൾവ്മെൻറ്റ്, ബ്രസീലിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീരമായ വരവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഫൈനൽ തേർഡാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ടെറിട്ടറിയൽ ഏരിയ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് പന്തെത്തിച്ചിട്ട് മാക്സിമം ഗോൾ അടിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ പന്തെത്തിക്കേണ്ടത് മിഡ്ഫീൽഡിൽ. അതാണ് ഈ അപ്പുറത്തിൻ്റെ പ്രശ്നമാണ്. കോച്ച് ഡിഫൻസിലേക്ക് കളിച്ചു എന്നാണ്. കോച്ച് അത് ആക്ച്വലി സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ശൈലിയിലേക്ക് കളിക്കാൻ ശ്രമിച്ചു. അത് ആഞ്ചലോട്ടി എന്നും ചെയ്യുന്നതാണ്. വലിയ കളികളിലൊക്കെ റയൽ മാഡ്രിഡിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സിറ്റ് ബാക്ക് ചെയ്യുക, മാക്സിമം വെറുപ്പിച്ച് ബോൾ ഹോൾഡ് ചെയ്തിട്ട് അല്ലാതെയും എന്ത് ചോദിച്ചാൽ എതിർ ടീമിനെ മാക്സിമം മാനസികമായി തളർത്തിയിട്ട് ഒരു പഴുതുണ്ടാവും അറ്റാക്ക് ചെയ്യുക എന്നുള്ള ശൈലി. പക്ഷേ ശൈലി വേണ്ടിയിരുന്നില്ല. ഈ വേൾഡ് കപ്പത്തിന് അദ്ദേഹം പല മാച്ചസിലും അതല്ലാത്ത ശൈലി കളിച്ച് നമ്മൾ ആനന്ദിപ്പിച്ചിട്ടുള്ളൊരു മാനേജർ ആൻസലോട്ടി. അദ്ദേഹം എന്തുകൊണ്ട് ഈ ഒരു ഒരു കരുതൽ ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം അതിൽ തന്നെ പിന്നെയാണെങ്കിൽ ഹാളണ്ടിനെ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ ഹാളണ്ടിന്റെ ആ സെക്കൻഡ് ഗോളൊക്കെ ഓപ്പൺ ആയിരുന്നു, ഡിഫൻസ് ഓപ്പൺ ആയിരുന്നു. ഫ്രാൻസ് സ്പെയിൻ മത്സരമാണ് ഇനി വരാനുള്ളത്. അതായത് ഇനി അടുത്ത മത്സരം ഫ്രാൻസ് സ്പെയിൻ മത്സരമാണ്. അപ്പോൾ ഈ ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും കാത്തുക്കുന്നത് അർജന്റീന സ്പെയിൻ എന്നുള്ള ഒരു ഫൈനലിസം, നടക്കാതെ പോയിട്ടുള്ള ഒരു ഫൈനലിസമൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിലുടനീളം രണ്ട് സൈഡും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമുകൾ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്
ഈ ഒരു ഫ്രാൻസും സ്പെയിനും തന്നെയാണ്. കാരണം അവരാണ് അതായത് ഫ്രാൻസിന് ഒരു വശത്ത് ഭയങ്കര സ്ക്വാഡ് ഡെപ്താണ്, അസാധ്യമായ സ്ക്വാഡ് ഡെപ്ത്. അതായത് ഇനി അവരുടെ ഫ്രണ്ട് ലൈൻ ആണെങ്കിലും അവർക്ക് ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. സ്പെയിൻ ഇങ്ങനെ ഓരോ കളിക്ക് എന്താ വേണ്ടത് അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഇങ്ങനെ ചെയ്തിട്ട് വന്നൊരു ടീമാണ് സ്പെയിന്. അപ്പം ഇങ്ങനെ ഒരു മത്സരം വരുമ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ വിചാരിക്കും, നമുക്കൊരു പേഴ്സണൽ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഫ്രാൻസ് സ്പെയിൻ ആയിരുന്നു ഒരു ഫൈനലിൽ വരേണ്ട പോരാട്ടം എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ അതിനെ കാണുന്നത്, അങ്ങനെ ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിനെ കുറിച്ചും കൂടെ അതിനകത്ത് പറഞ്ഞ പോലെ ഈ അൾട്രാ പ്രാഗ്മാറ്റിക് ആയിട്ടൊരു മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദശാംസ്, അയാളെ കയ്യിൽ എനിക്ക് ഇഷ്ടം പോലെ മരുന്ന് കുപ്പിയുണ്ട്. അറ്റാക്കിങ്ങിൻ്റെ ഭയങ്കരമായിട്ടൊരു ഇതുള്ള ഒരാൾ. അയാൾക്ക് എല്ലാ പൊസിഷനും നല്ല കളിക്കാരുണ്ട്. ഭയങ്കര ടാക്ടിക്കൽ ഡിസിപ്ലിനും പിന്നെ അത്യാവശ്യം ടാക്ടിക്കലി കളിക്കുന്ന ഒരു ടീം നമ്മുടെ ദലാഫുവാൻ്റെ. അയാളാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് ലേറ്റ്ലി ആയിട്ട് അയാൾ കുറച്ചും കൂടി ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ കൂടിയിട്ടുണ്ട്. ഈ രണ്ട് മാനേജർമാർ തമ്മിലുള്ള ഒരു ടാക്ടിക്കൽ ബാറ്റിൽ നിന്നാണ് ഈ മാച്ചിനെ പറ്റി പറയാനുള്ളത്. പറയുമ്പോൾ നല്ല ഭയങ്കര രസമുള്ള ഗെയിമായിരിക്കണം എന്നില്ല. ഒരു പക്ഷേ ഈ പോർച്ചുഗൽ സ്പെയിനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ലാസ്റ്റ് എക്സ്പെക്ടേഷൻ ഉയരാത്ത പോലത്തെ മാച്ച് ആവുന്നതാണ് ആ സാധ്യതയാണ്. കാരണം ഫ്രാൻസിൻ്റെ സംഭവം എന്താണെന്ന് ഒരു തോൽക്കും അല്ലെങ്കിൽ അവർക്ക് വെല്ലുവിളി ഉണ്ടാവുന്ന വരുന്ന മാച്ചിൽ അവർ കളിക്കുന്ന ഒരു ചത്ത ഗെയിമുണ്ട്. അവർ ഒന്ന് ഡിഫൻസിലേക്ക് ഇറങ്ങിയിട്ട് ചത്ത ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു നെഗറ്റീവ് പറയില്ല. അവർ അവരുടെ ഒരു പിന്നെ ഓഫ് ദി ബോൾ ഗെയിം കളിക്കാറുണ്ട്. അവർ പലപ്പോഴും ബോൾ എന്താ പറയുക പിന്നെ സ്വീകരിക്കാതെ അല്ലെങ്കിൽ ബോൾ എടുക്കാതെ പിന്നെ സിറ്റ് ബാക്ക് ചെയ്ത് കളിക്കുന്ന. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഈ വേൾഡ് കപ്പിൽ പിന്നെയും ഫ്രാൻസ് ഭേദം, കാരണം അവർക്ക് നല്ലൊരു അറ്റാക്കിംഗ് കോർട്ടറേറ്റ് ഉണ്ട് ഈ വേൾഡ് കപ്പിൽ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അങ്ങനെ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കുറച്ചും കൂടി ഒരു ഡിഫൻസീവ് 2018 പ്രത്യേകിച്ച് ഒരു ഡിഫൻസിൻ്റെ ഒരു കരുത്ത് ജയിച്ചു പോയത്. 2 മിഡ്ഫീൽഡർമാരുടെയും 4 ഡിഫൻഡർമാരുടെയും മികവിലാണ് ജയിച്ചു പോയത്. അപ്പോൾ ഇപ്രാവശ്യം ഈ മാച്ചിലേക്ക് തോന്നുന്നത് സ്പെയിന് പന്ത് കൂടുതൽ തവണ ഇങ്ങനെ പാസ് ചെയ്ത് കളിക്കും, ഫ്രാൻസ് അത് ഡിഫെൻഡ് ചെയ്യും. പിന്നെ ഫ്രാൻസ് എല്ലായ്പ്പോഴും സംഭവിക്കുന്നവർ അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും ഡിഫൈനിങ് ഫാക്ടർ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എംബാപ്പെ അല്ലേ. എംബാപ്പെ, ഉസ്മാൻ ഡെമ്പലെ, മൈക്കൽ ഒലീസ്, പിന്നെ ദുവ ഉണ്ടെങ്കിൽ ദുവ അല്ലെങ്കിൽ ബാർക്കോള. ഈ ആ ഒരു അറ്റാക്കിംഗ് കോർട്ടറേറ്റ് എപ്പോഴെങ്കിലും ഒന്ന് ചാർജ് ആവും. എപ്പോഴും ചാർജ് ആയി നിൽക്കുകയാണെങ്കിൽ ഫ്രാൻസിന് കഴിയില്ല. കാരണം സ്പെയിൻ അങ്ങനത്തെ ഒരു ബോൾ റിക്കവർ ചെയ്യുന്ന സ്പെയിനിൻ്റെ ക്വിക്ക് മൂവ്മെൻറ്റ് അറ്റാക്ക് ചെയ്യുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ കളിക്കുക, നമ്മളെപ്പോഴും പണ്ട് പറയുന്നത് അർജൻറ്റീന കളിച്ച് തോറ്റു എന്ന് പറഞ്ഞ പോലെ കളിക്കുക മിക്കവാറും ഇന്ന് സ്പെയിനായിരിക്കും. ഒരു 60% ബോൾ പൊസിഷൻ സ്പെയിൻ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ ഒരു ലെട്ടോ പറയാം 60% ബോൾ പൊസിഷൻ സ്പെയിൻ ഉണ്ടാവും. 40 ലെസ് ദാൻ 40 ഫ്രാൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഫ്രാൻസ് ആ 40% സമയത്ത് എങ്ങനെയാണ് ഈ എംബാപ്പെ, ഒലീസ്, ഡംബലെ, ദുവെ എന്ന് പറയുന്ന ആ ഒരു കോർട്ടറേറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുക. ദുവേനെ അയക്കാനാണ് സാധ്യത. കഴിഞ്ഞ മാച്ചിലൊക്കെ ദുവയ്ക്ക് ഒരു കോൺഫിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. ബാർക്കോള എനിക്ക് തോന്നുന്നു ഇമ്പാക്ട് സബായിട്ടേക്കും ബാർക്കോളിനെ അയാൾ ഉപയോഗിക്കുക. മറ്റേ ഏത് മാച്ചിലെ ആൾ അവസാനമായിട്ട് ഓടിച്ചിട്ടുണ്ടല്ലോ അയാൾ 1-2 മാച്ചിൽ ബാർക്കോള ഓടിച്ചില്ലേ അല്ലേ? ദുവെ കഴിഞ്ഞ മാച്ചിൽ അടിച്ചിട്ടുണ്ട്. ബാർക്കോള എൻ്റെ ഓർമ്മ ചെയ്യണമെങ്കിൽ അടിച്ചിട്ടുണ്ട്. ഓട്ടെ ആൾ ബിക്കോസ് ഇമ്പാക്ട് സബായിട്ടേക്കും ബാർക്കോള വരിക. ദുവെ ഈ 4 പേരുണ്ടല്ലോ, ഈ 4 പേരാണ് ഇതിൻ്റെ പിന്നെ ഈ 4 പേരുടെ മികവായിരിക്കും ഈ ഫ്രാൻസിന് സാധ്യതകൾ ഉണ്ടാവുക. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോഴേ നമ്മുടെ കൂട്ടത്തിലേക്ക് ഉണ്ടാവുന്ന ഒരു ചങ്ങായി ഉണ്ടാവും. അയാൾ പിന്നെ ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിൽ സബ്ബായി വന്ന് ഓടിച്ചല്ലേ, സബ്ബായി വന്നിട്ട് ബാർക്കോള ഗോൾ അടിച്ചിട്ടുള്ളത് ആ മാച്ചിൽ. ഈ ഒരു മാച്ചിന് മുമ്പ്, അതായത് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ മൊറോക്കോക്കെതിരെയുള്ള മാച്ചിന് മുമ്പ് എനിക്ക് തോന്നുന്നു 2 മാച്ചിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്നത് ബാർക്കോള ആയിരുന്നു. അതെ, എനിക്ക് തെറ്റിയതാണ്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ പുറമെ ഒരു പ്രധാന ബാറ്റിൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡിലെ ബാറ്റിലാണ്. ഇപ്പോൾ പിന്നെ ഈ നമ്മുടെ ആരൊക്കെയാണ്, ഷോമനി തിരിച്ചു വരും. ആൾ ഫിറ്റാണ്. കഴിഞ്ഞ മാച്ച് ആൾ സബ്ബായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ മാനു കോനെ നല്ല കിട്ടിയ അവസരം. അല്ല, റാബിയോട്ട് ആള് ഇയാളുടെ പിന്നെ പ്രധാനപ്പെട്ട പ്ലെയറാണ് റാബിയോട്ട്. ലൈവ് വേൾഡ് കപ്പിലേക്ക് തോന്നുന്ന എല്ലാ മാച്ചസിന്റെ റാബിയോട്ട് ഓൾമോസ്റ്റ് എല്ലാ മാച്ചും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ അവിടെ അയാൾ കൂടെ ഷോമൻ ഉണ്ടായിരുന്നു. ഷോമനെ ആൾ മാറ്റിയിട്ടാണ് കോനെ കൊണ്ടുപോയത്. ഷോമന് പരിക്കായിരുന്നു. പക്ഷെ കോനയ്ക്ക് കിട്ടിയ അവസരങ്ങൾ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മാച്ചിൽ സ്പെയിനിൻ്റെ ടെമ്പോ കളയുക, അവരിന്ന് ബോൾ റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഇയാൾക്കുള്ളതെങ്കിൽ ദശാംശം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷോമനിയേക്കും കളിക്കുക. അവിടെ റാബിയോട്ട് ഷോമനി ഡുവലായിരിക്കും. കാരണം ഓൾറെഡി ഈ കോനയുടെയും റാബിയോട്ടിൻ്റെ ശൈലി ഏറെക്കുറെ ഒന്നാണ്. ഒരു ഡബിൾ പോയിട്ടിൽ ഒരേ പോലെയാണ്. റാബിയോട്ടിൻ്റെയും കോനയുടെയും. അത് ഷോമനി വരുമ്പോൾ കോനയ്ക്ക് പോലെ ഷോമനി വരുമ്പോൾ അവിടെ വരുന്നത് കുറച്ചും കൂടി ഡിഫൻസീവ് സ്ട്രെങ്ത് അവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരും. അതേസമയം തന്നെ മറ്റേ ഭാഗത്ത് ഈ മാച്ചിൽ പക്ഷേ അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ അണ്ടർ റേറ്റഡ് ആയ കളിക്കാരിൽ, ഈ ആധുനിക ഫുട്ബോൾ അണ്ടർ റേറ്റഡ് കളിക്കാരിലാണ് CDMs. അത് ഇവരുടെ സ്പെയിനിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഒറ്റമരക്കാട് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ
റോഡ്രി ഈ വേൾഡ് കപ്പിൽ അസാമാന്യമായി കളിക്കുന്നത്. നമ്മളവിടെ ആൾ കാണുന്നില്ല, പക്ഷേ ഈ വേൾഡ് കപ്പിലെ നമ്പേഴ്സ് നോക്കിയാൽ ആളുടെ പിന്നെ റോള് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗി കളിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ടൂറൊക്കെ ഞാൻ പറഞ്ഞ കഥ പൂർത്തി ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്യാനും ചങ്ങന്മാരെ ഒന്നിപ്പിക്കാനും എന്താ പറയുക പിന്നെ പൈസ പിരിക്കാനൊക്കെ ഒരാളുണ്ടാവും. ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോയിൽ ആളുണ്ടാവും, കാരണം ആളേക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക. അതേമാതിരിയാണ് ഈ റോഡ്രി. ഇയാൾ ഈ കളി മൊത്തം ഇയാളാണ് നടത്തുന്നത്, പക്ഷേ ആൾ ചിത്രത്തിൽ എവിടെ ആൾ നമ്മൾ കാണാറില്ല. അയാൾ നല്ല പിന്നെ എന്താ പറയുക ഡിഫൻസിന് ഷീൽഡ് ചെയ്യുക, ഡിഫൻസിന് കവർ ചെയ്ത് കളിക്കുന്നത്. അതേസമയം തന്നെ പിന്നെ നല്ല കിടിലും പാസുകൾ, അയാളുടെ പാസ് അക്യൂറസി ഒക്കെ ഇത്ര കളി കളിച്ചു 90% നമ്മൾ പാസ് അക്യൂറസി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറുണ്ട്. അപ്പോൾ ആ ഒരു പ്ലെയറുടെ സാന്നിധ്യമായിരിക്കും അവിടെ ഈ എംബാപ്പെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അറ്റാക്കിംഗ് ക്വാർട്ടർ ഫ്രാൻസിൻ്റെ അറ്റാക്കിംഗ് ക്വാർട്ടറിനെ പിന്നെ എന്ത് ചെയ്യുക തടഞ്ഞു നിർത്തിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ ഒറ്റ കാര്യം കൂടെ എൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്പെയിൻ വേൾഡ് കപ്പിൽ ആകെ എത്ര ഗോൾ കൺസീഡ് ചെയ്തു? ഒരു ഗോളാണ് അല്ലേ? ഒരു ആദ്യ മാച്ചിലില്ല, ഇല്ല ഈ മാച്ചിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ മാച്ചിലും കണ്ട ഗോൾ വഴങ്ങുന്നത് ഒറ്റ ഗോൾ വഴങ്ങുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പോക്കുബാർസി അതുപോലെ എമറിക്ക് ലാപ്പോർട്ട് എന്ന ഡിഫൻസിനും കൂടി നമ്മൾ പിന്നെ പറയണം. അപ്പോൾ അവരുടെ ഒരു പിന്നെ അതുപോലെ കുക്കുറേ എന്ന് പറയുന്ന ഒരു പിന്നെ അതുപോലെ പെട്രോ പോറുണ്ട്. അപ്പോൾ ആ ഡിഫൻസ് പറഞ്ഞാൽ നമ്മൾ ഈ വേൾഡ് കപ്പിൽ ഒരു പക്ഷേ ഏറ്റവും നല്ലൊരു ഡിഫൻസീവ് സ്ട്രക്ചർ ഉണ്ട്. ആ മുമ്പിൽ റോഡ്രി ഉണ്ട്. ഈ ഒരു ഈ ഒരു ഡിഫൻസീവ് സ്ട്രക്ചറിനെ പൊളിക്കാനുള്ള കരുത്ത് എംബാപ്പയ്ക്കും കൂട്ടർക്കും ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയും വർക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. സൈഫുഖാൻ്റെ ഒരു അഭിപ്രായം എന്താണ്? പിന്നെ ഇതിനകത്ത് എൻ്റെ ആഗ്രഹം സ്പെയിൻ ജയിക്കണമെന്നാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം അതാണെങ്കിൽ കൂടിയും അതിനകത്തൊരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് ഈ ഫ്രാൻസിൻ്റെ യുണീക്കായിട്ടുള്ള ഈ വിങ്ങർ പെയേഴ്സാണ് ഡംബലയും പിന്നെ എംബാപ്പയും. ഡംബലയും എംബാപ്പയും ഒരേ സമയം ബ്ലോക്ക് ചെയ്യാൻ എന്ത് പദ്ധതികളാവും ഈ സ്പെയിൻ കോച്ചിൻ്റെ കയ്യിലുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അധികം ആകാംക്ഷയോടെ നോക്കി കാണുന്നത്. അപ്പോൾ അതിനകത്ത് റോഡ്രിക്ക് കൂടുതൽ ഭാരം വരുമോ? ഉറപ്പായിട്ട് റോഡ്രിക്ക് ഓഫ് കോഴ്സ് കൂടുതൽ ഓവർലോഡ് വരും. റോഡ്രിക്ക് കൂടുതൽ ഓവർലോഡ് വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ തന്നെ നോക്കി ആ ഫസ്റ്റ് ഹാഫിൽ ഫ്രാൻസിൻ്റെ ആ നിരക്ക് ഡംബലയുണ്ട്, എംബാപ്പയുണ്ട്, ഗ്രീസ്മാനുള്ള ടീമിന് ഫസ്റ്റ് ഹാഫിൽ എന്ത് പറ്റിയെന്നുള്ള ഒരു വലിയ നിഗൂഢതയാണ്. ആ മുഴുവൻ ടീം പിന്നെ ജിറൂഡ് അടക്കമുള്ള മുഴുവൻ ടീമിനെയും ഫസ്റ്റ് ഹാഫിൽ സബ് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ഒരു ബെഞ്ച് അവിടെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കോച്ചുമാണ് ദിദിയർ ദശാംസ്. 2 ഗോൾ വഴങ്ങിയിട്ടൊരു ഫൈനൽ മാച്ചിൽ കളി നേരെ തിരിച്ചു കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ദിദിയർ ദശാംസ് പിന്നെ റോഡ്രിക്ക് ഓവർലോഡ് വരുമ്പോൾ കഴിഞ്ഞ കളിയിൽ പിന്നെ എത്രാമത്തെ മിനിറ്റിലാണ് ഡിമരിയ വലിച്ചപ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ എംബാപ്പെ കയറുന്നത്. 2 ഗോള് 2 ഈക്വലൈസേഴ്സ് വരുന്നതോടുകൂടി കളിയാകെ മാറിയില്ലേ. അപ്പോൾ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം എംബാപ്പയും ഡംബലയും കൂടെ പിന്നെ ബ്ലോക്ക് ചെയ്യാൻ പാകത്തിലുള്ള എന്ത് സിസ്റ്റമാണ് ഈ പിന്നെ സ്പാനിഷ് കോച്ച് കൊണ്ടുവരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതേസമയം ഇപ്പുറത്തേക്കാണെങ്കിൽ പിന്നെ നമ്മുടെ ഒരു പക്ഷേ യമാൽ കുറേ വൈഡ് ബാക്ക് ഇറങ്ങി കളിക്കുന്നൊക്കെ പോലെ തോന്നി. പിന്നെ യമാൽ നന്നായി ക്രോസൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒയർസബാലിനെ കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളി എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് നല്ലൊരു ഫിനിഷർ, ഒരു ക്ലിനിക്കൽ ഫിനിഷർ അത്യാവശ്യമാണ് സ്പെയിനിന്. ഇപ്പോൾ നമ്മൾ ഫെറാൻ ടോറസ് ഉണ്ടായി, ഫെറാൻ ടോറസ് അതിലേക്ക് വരണം, ഇതുവരെ വന്നിട്ടില്ല, സോഫാർ വന്നിട്ടില്ല. ഇപ്പം നിക്കോ വില്യംസ് ഒയർസബാലിന് പകരം ഇറങ്ങിയ നിക്കോ ആയിരുന്നു. പക്ഷേ ഇപ്പം യൂറോ കപ്പിലൊക്കെ നിക്കോയും യമാലുമുള്ള പെയറുണ്ടല്ലോ, അതങ്ങ് കത്തിയാളിയ യൂറോ കപ്പായിരുന്നു. അത് ഇപ്രാവശ്യം ഇല്ല. അപ്പോൾ ഒരു പക്ഷേ യമാലിനെ മാത്രം പിടിച്ചാൽ അവരുടെ മിഡിലെ കൺട്രോള് തകർക്കാൻ കഴിയുമോ എന്ന് ഉറപ്പായിട്ടും ദശാംശം നോക്കും. എനിക്ക് തോന്നുന്നു അവിടെ എൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിയിൽ പിന്നെ സ്പെയിനിനെ പൊളിക്കാവുന്നതേ ഉള്ളൂ ദശാംശന് എന്നുള്ളതാണ് പ്രായോഗിക ബുദ്ധി. എപ്പോഴും ജയിച്ചു വരണം എന്നുള്ളതാണ് അതിയായ ആഗ്രഹം. ഇല്ല അതിനകത്ത് കാരണം എനിക്കൊരു പോസിറ്റീവ് കാര്യം കൊണ്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഈ പെഡ്രിയെ കഴിഞ്ഞ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അവിടെ പകരം വന്നിട്ടുള്ളത് പെഡ്രി വന്നു ഇല്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫാബിയൻ റൂയിസ് കഴിഞ്ഞ മാച്ചിൽ ഗംഭീര പ്രകടനം, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, ഗോൾ അടിച്ചിട്ടുണ്ട്, അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ട്. മെറീനോയും അയാളുടെ ഒരു മൈക്കൽ മെറീനെ പറഞ്ഞ പോലെ ലാസ്റ്റ് അവസാനം മിനിറ്റ് നടക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറഞ്ഞില്ല മിഡ്ഫീൽഡ് ബാറ്റിലും കൂടി ഇതിൽ ഇമ്പോർട്ടൻ്റ്, കാരണം ബോൾ ഉള്ളപ്പോഴേ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ, ബോളില്ലാത്ത നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും. സെൻട്രൽ കൺട്രോൾ എന്തായാലും സ്പെയിൻ തന്നെയായിരിക്കും. നേരത്തെ ഷാഫിക്ക് പറഞ്ഞു, ഞാൻ അംഗീകരിക്കും. മിഡ്ഫീൽഡേഴ്സിൽ ഏറ്റവും നല്ല മിഡ്ഫീൽഡേഴ്സ് പെഡ്രി, റോഡ്രി, ഫാബിയൻ റൂയിസ്, ഡാനി ഓൾമോ, സുബിമെന്റിനെ ഇറക്കിയിട്ട് പോലുമില്ല. അതെ, ഇങ്ങനത്തെ സംഗതി ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ യമാൽ കഴിഞ്ഞ മാച്ചോടെ അയാളുടെ എല്ലാ കെട്ടും പൊട്ടിച്ച് ഗോളില്ലാന്നുള്ളൂ. അയാൾ കഴിഞ്ഞ മാച്ച് കളിച്ച കളിയുണ്ടില്ലേ, അപ്പൊ യമാൽ അവിടെ വന്നു. ക്രോസ് വില്യംസ് ഇവിടെ ലെഫ്റ്റ് വിങ്ങിൽ വരിക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ
ഫ്രാൻസിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ 2022 വേൾഡ് ഫൈനലിൽ ഫ്രാൻസിന് പറ്റിയ ഒരു സിറ്റ് ബാക്ക് ചെയ്യുന്ന തുടക്കത്തിൽ സിറ്റ് ബാക്ക് ചെയ്ത ആ സമയത്ത് അർജന്റീന ആഞ്ഞടിച്ച് ഗോൾ അടിച്ചിട്ടുള്ളത്. അതേപോലെ ആഞ്ഞടി സ്പെയിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഏർലി ഗോളൊക്കെ അടിക്കുകയാണെങ്കിൽ സ്പെയിനും സാധ്യത. ഞാൻ ഈ മാച്ച് കാണുന്നത് 50-50 ആണ്, 55-45 അല്ല, 50-50 ആണ് ഈ മാച്ച് കാണുന്നത്. അങ്ങനത്തെ ഒരു കളിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാനൊരു 60-40 ആണ് കൊടുക്കുന്നത്. കാരണം എന്നാൽ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ഒരു 20% അധികം. പക്ഷെ മിഡും ഈ സ്പെയിനിന്റെ പിന്നെ ഫ്രാൻസിന്റെ ശക്തി അവരുടെ അറ്റാക്കേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഇവരുടെ എന്താ പറയാ ഈ സ്പെയിനിന്റെ ശക്തി എന്താണ്, അവരെ മിഡ്ഫീൽഡും ഡിഫൻസിങ് ഏരിയയാണ്. ഡിഫൻസീവ് ഇവരുടെ ഈ മിഡ്ഫീൽഡ് കടന്നിട്ട് വേണം ഫ്രാൻസിന് ഗോൾ അടിക്കാൻ. അത് എങ്ങനെ ഇവരാ ഒരു മാത്രമല്ല ഈ വേറെ കാര്യം കൂടി പറയട്ടെ, ഈ ബോൾ വിട്ടു കൊടുത്തിട്ടുള്ള പിന്നെ ഒരു കളി സ്പെയിന് പൊതുവെ കളിക്കാറില്ല. ബോൾ വിട്ടുകൊടുത്താൽ അത്രയും പെട്ടെന്ന് റിക്കവറി ആയിരിക്കും. അവരുടെ റിക്കവറി എന്താ ടൈം എത്ര 3 സെക്കൻഡോ 4 സെക്കൻഡ് എങ്ങനെയുള്ളൂ, അപ്പോൾ റിക്കവറി അങ്ങനത്തെ ടീമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ബോൾ മിസ്സാകില്ല. ഈ സ്പെയിന് ഗോൾ അടിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ഉണ്ടാകുമ്പോഴാണ്. ഈ ഒരു സ്പേസ് ഉണ്ടാകുമ്പോൾ അതിലൂടെ ഗ്യാപ്പ് ഉണ്ടായിട്ട് അങ്ങനെ ഗ്യാപ്പ് ഇന്ന് കൊടുക്കാൻ സാധ്യതയില്ല. ആകെ ഒരു പ്രശ്നം കുക്കുറയ എന്നുള്ള പ്ലെയറാണ്. അദ്ദേഹം നല്ല ഗംഭീര പിന്നെ കോൺട്രിബ്യൂട്ടറാണ്. പക്ഷേ കുക്കുറേൻ്റെ ഏരിയയാണ് ഡംബലെ കളിക്കുന്നുണ്ടാവുക. കുക്കുറയ ഡംബലെ ബാറ്റിൽ ഒരു കുറെ ഡംബലെ ബാറ്റിൽ ഒലീസെ പിന്നെ റോഡ്രി ബാറ്റിൽ അതുപോലെ പെഡ്രോ പോറോ പിന്നെ അതുപോലെ ഇയാളും മറ്റേ നമ്മുടെ എംബാപ്പെ ബാറ്റിലുണ്ടാവും. അപ്പോൾ അതൊരു പക്ഷേ ആ ബാറ്റിലേക്ക് എത്തണമെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ എന്ത് ചെയ്യണം, സ്പെയിന് മിസ്സാക്കി കളിക്കണം. സ്പെയിന് മിക്കവാറും കുറച്ചുകൂടി മിഡ്ഫീൽഡ് സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നുണ്ട് 4-4-2 വരികയാണെങ്കിൽ, എനിക്ക് അറിയാൻ പറ്റില്ല, ഇപ്പോൾ 4-4-2 ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഡബിൾ പിവോട്ടൊക്കെ കഴിഞ്ഞ മാച്ച് ഓൾമോസ്റ്റ് കുറേ സമയത്ത് ഡബിൾ പിവോട്ട് പോലെ തന്നെയായിരുന്നു ഓയർസബാലും നമ്മുടെ റോഡ്രും പിന്നെ നമ്മളെ ഇയാളും എൻ്റെ പേര് പിന്നെ ഫാബിയൻ റൂയിസും കൂടി കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടേക്ക് പിന്നെ എന്താ പറയുക ഓൾമോൻ്റെ കൂടെ പെഡ്രി കൂടി ഇവരെ കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പെഡ്രി അഡ്വാൻസ് ആയിട്ടുള്ള അങ്ങനെ പിന്നെ അറ്റാക്ക് ചെയ്യുന്ന പ്ലെയറല്ല. അപ്പോൾ പെഡ്രി റോഡ്രി ഒരു സഖ്യം ഉണ്ടാക്കുക, അതിന് മുമ്പിൽ നമ്മുടെ ഡാനിയൽമോ പ്ലസ് ഫാബിയൻ റൂയിസ് ഒരു സഖ്യം ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ സ്റ്റാറ്റ്സ് കറക്റ്റ് ആണോ എന്നറിയില്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡിലോട്ട് പാസ് സക്സസ്ഫുൾ ആയി ചെയ്തിട്ടുള്ളത് അത് പെഡ്രി ആണെന്നുള്ളതാണ്. പാസ് വിഷയമല്ല ഞാൻ പറഞ്ഞ മിഡ്ഫീൽഡേഴ്സ് ബോക്സ് ഒരു ബോൾ എത്തിക്കുന്നുണ്ട്, പക്ഷേ ബോക്സ് അറ്റാക്ക് ചെയ്യുന്ന മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ നമ്മൾ ജൂഡ് ബെല്ലിംഗാം പറഞ്ഞു, അതുപോലെ മൈക്കിൾ മെറീനാർ പറഞ്ഞു, ആൾ ഒരു ബോക്സ് പ്ലെയറാണ്. പിന്നെ അതുപോലെ നമ്മളെ പറഞ്ഞ പോലെ ഈ ഡാനി ഓൾമോ ബോക്സിൽ ഫിസിക്കൽ പ്രസൻസ് ബോക്സിനകത്തുണ്ടാവും. ഞാൻ പറഞ്ഞത് അതാ പെഡ്രി അങ്ങനത്തെ പ്ലെയർ അല്ലാതെ പറഞ്ഞത് ബോക്സിലേക്ക് ഫൈനൽ തേർഡ് ബോൾ എത്തിക്കുന്നുണ്ടാവും, പക്ഷേ ഫിസിക്കലി ആൾ അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഒന്നൊരു ബോൾ ഡ്രാഗിങ് പ്ലെയർ ആണ്. അതാണ് ഒരു മിഡ്ഫീൽഡർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്നുണ്ടെങ്കിൽ ഈ സ്ട്രൈക്കേഴ്സ് സേഫായിട്ട് പറഞ്ഞല്ലോ, ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത്, ആ പരാജയപ്പെടുന്നിടത്ത് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്, ഒറ്റയ്ക്ക് ഗോൾ അടിക്കുക എന്നുള്ളത്. അതിന് പിന്നെ ഈ പെഡ്രി അല്പം പിറകിലാണ്. പക്ഷേ ഈ ഒരു 4-4-2 ഒക്കെ ആണെങ്കിൽ 2 ഡബിൾ പിവോട്ടിലൊക്കെ സ്പെയിൻ കളിക്കുകയാണെങ്കിൽ ചാൻസ് കുറവാണ്. കാരണം സിംഗിൾ പിവോട്ട് അവർക്ക് അവിടെ റോട്ടറി എന്ന് പറഞ്ഞ വിശ്വാസമുള്ളൊരു ഒരു ഇറസിസ്റ്റബിൾ ആയിട്ടുള്ളൊരു പിന്നെ ഒരു വൻമതിലാണ്. അപ്പോൾ എന്തായാലും മിഡ്ഫീൽഡിൽ സ്ട്രെങ്ത്, ഡിഫെൻസീവ് സ്ട്രെങ്ത് ഇതുവരെ കണ്ടതിലൊക്കെ നമ്മൾ ഇത്രയും എന്താണ് ഇവർ സ്ട്രോങ് ആണ്. നേരെ തിരിച്ച് അറ്റാക്കിംഗ് ആണ് ഇവരുടെ സ്ട്രോങ് ഏരിയ, നമ്മുടെ ഫ്രാൻസിസ് സ്ട്രോങ് ഏരിയ. ഒറ്റ കാര്യം കൂടി, റാബിയോട്ട് നേരത്തെ പറഞ്ഞു, റാബിയോട്ട് ആ ടീമിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ആ ടീമിൽ പൊളിക്കാവുന്ന ലിങ്ക് ഉണ്ടെങ്കിൽ ഒരു വീക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ അത് റാബിയോട്ട് ആയിരിക്കും. ഇതുവരെ എക്സ്പോസ് ആവാത്തവർ, പക്ഷേ സ്പെയിൻ ഇങ്ങനെ ഫ്രാൻസിൽ ഗോൾ അടിച്ചിട്ടും ആളുകൾ കളിച്ചുകൊണ്ടായിരിക്കും എന്നൊക്കെ തോന്നുന്നത്. നൂറയുടെ പ്രഡിക്ഷൻ പറഞ്ഞു ആ മാച്ച് ഫ്രാൻസ് സ്പെയിൻ പ്രഡിക്ഷൻ ഞാൻ പറയില്ല, പക്ഷേ അത് പ്രഡിക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ എങ്ങനെ പറയാന്ന് വെച്ചാൽ ഫ്രാൻസിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും കൂടെ വെർട്ടിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ്. സ്പെയിൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കളിക്കും. സ്പെയിൻ ഒറ്റ കാര്യം കൂടി ഹോൾഡ് ചെയ്ത് കളിക്കണമെങ്കിൽ സ്പെയിൻ്റെ പരാതി നമ്മൾ പണ്ട് നമ്മൾ ജർമ്മനി പുറത്തായിരുന്നു ഞാൻ ഇരുന്നപ്പോൾ വേറെ ടീമിനെ കൂടി പണി കിട്ടാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു ഓർമ്മ. സ്പെയിനാന്ന് പറയും ചെയ്തു. അപ്പോൾ സ്പെയിനായിരുന്നു, ഞാൻ പോർച്ചുഗൽ ആണോ ഓർമ്മയില്ല. വാട്ടെ സ്പെയിനെ പറ്റി അങ്ങനെ പറയാനുണ്ട് പാസ്. പക്ഷേ ഇപ്പോൾ സ്പെയിന് കുറച്ചും കൂടി വെർട്ടിക്കൽ അതാ ഞാൻ പറയാൻ വന്നത്. അതായത് ഫുവെന്റെന്റെ അണ്ടറിലുള്ള ഒരു സ്പെയിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഹോൾഡ് ചെയ്ത് കളിച്ചാലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെർട്ടിക്കലി അറ്റാക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതെ, ബോക്സിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഈ പൊസിഷൻ വെച്ച് കളിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരത്ര തളരുന്നില്ല എന്നുള്ളതാണ്. ഇവർ ഒരേപോലെ എല്ലാവരും ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത്രയൊരു ഡിഫെൻസിലൊന്നും ഒരു ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കണ്ട എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് ഇവർ ഈ മിഡ്ഫീൽഡ് തന്നെ ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു പക്ഷേ
ലാഫുവിൻ്റെ ഇപ്പോൾ ഈ കണ്ട പോലെ ഇപ്പോൾ ഒരു മാച്ചിൽ നമ്മൾ പോറോനെ കാണുകയാണെങ്കിൽ ഒരു മാച്ചിൽ നമ്മൾ യോറൻറ്റേനെ കാണും. ഈ വശത്ത് നമ്മൾ ഫാബിയൻ റൂയിസിനെ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് മാച്ച് പെഡ്രി, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു തരത്തിൽ ആളത് മാറ്റി കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം നടക്കണമല്ലോ, അർജൻറ്റീനയും സ്പെയിനൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയാ മേ ബി ഫുവൻ്റെ ഒരു പക്ഷേ ആളുടെ പല ടാക്ടിക്കൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് ഒരു പക്ഷെ വിജയിച്ചേക്കാം. ഏതായാലും പറഞ്ഞില്ല, ഞാൻ അർജന്റീന നിങ്ങളോട് കൂടി പറ. അർജന്റീന ഇംഗ്ലണ്ട് നമുക്ക് കണ്ടിട്ട് തീരുമാനിക്കാം. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ആരായിരിക്കും ഒരു ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ, അതായത് ഒരു മികച്ച പ്രകടനം സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് പുറത്തെടുക്കാൻ സാധ്യതയുള്ള യമാൽ അയാൾ ഓരോ മത്സരം കഴിയുമ്പോഴും ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ഗ്രോത്ത് ഉണ്ട്. തുടക്ക സമയത്ത് ആദ്യത്തെ 1-2 മാച്ചിൽ ഇപ്പം കുറസാവോ ഒക്കെ നന്നായി കളിച്ചു, പക്ഷേ അയാൾക്ക് ഒരു നല്ല ക്രോസും വെച്ചാൽ ഫിനിഷ് ചെയ്യാൻ പാകത്തുള്ള ക്രോസ് കാബോർഡൊക്കെതിരെ കളിച്ചു. യെസ്. അപ്പോൾ പക്ഷെ ഓരോ മാച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ ഫോമിലേക്ക്, അയാൾക്ക് ഒരു നല്ല പെയർ വരുന്നില്ല എന്നുള്ള ഒരു സംഗതി എനിക്കുണ്ട്. അയാൾക്ക് നിക്കോയെ പോലെയുള്ള ഒരു പെയറിങ് വരുന്നില്ല എന്നുള്ളത്. അയാൾ തന്നെ കളിക്കേണ്ടി വരുന്നു, ഒരുപാട് ഡീപ്പായിട്ട് ഇറങ്ങി കളിക്കേണ്ടി വരുന്നു. അയാൾ കുറേ കൂടി ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ആ ഡി ബോക്സിൻ്റെ പുറത്ത് ഇങ്ങനെ അയാളുടെ ഒരു റോന്ത് ചുറ്റലുണ്ട്, അത് യൂറോ കപ്പിൽ നമ്മൾ മനോഹരമായി കണ്ടതാണ്. അത് പക്ഷേ നടക്കുന്നില്ല. അതും കൂടി നടക്കുമായിരിക്കും. ഒരു ഓപ്പൺ മാച്ച് വരും, ഓഫ് കോഴ്സ് അയാൾ കുറേ കൂടി റിസൾട്ട് ഉണ്ടാക്കും. ഫ്രാൻസിന്റെ ഒരാളെ പറയാൻ പറ്റില്ല അല്ലേ, കുറച്ച് അധികം ആളുകളെ. എംബാപ്പയും ഡെമ്പലെയും ഒലീസയും നിൽക്കുമ്പോൾ എന്നാലും ഞാൻ എംബാപ്പെ തന്നെ പറയും. ഷാഫിക്കാടൊരു അഭിപ്രായം പോലെ ഈ ഇയാൾ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിക്കോ വില്യംസ് കളിക്കുന്നുണ്ടെങ്കിൽ യമാലായിരിക്കും ഈ മാച്ചിൽ എക്സ്പെർട്ട് ഉണ്ടാവുക. നിക്കോ വില്യംസ് കളിക്കുമെന്നുള്ളത് ചോദ്യമാണ്, കാരണം മാച്ച് സബ്ബായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരാളെക്കാൾ കൂടുതൽ ഞാൻ ലൂക്കാസ് ഡിന്നി എങ്ങനെയായിരിക്കും, ലൂക്കാസ് ഡിന്നി ആയിരിക്കും ഈ കളിക്കുന്നുണ്ടെങ്കിൽ, കാരണം റൈറ്റിൽ കളിക്കുന്നുണ്ട്. അവിടെ ആയിരിക്കുമല്ലോ യമാൽ വരിക അല്ലേ, യമാലിൻ്റെ ഓപ്പറേറ്റിംഗ് ഏരിയ അതല്ലേ, ലെഫ്റ്റിലാണ് അവരുടെ ലെഫ്റ്റ് സൈഡിലാണ്. അതെ, അവരുടെ റൈറ്റിൽ യമാലിൻ്റെ ഏരിയ. ഡിന്നിയക്ക് യമാലിനെ കണ്ടെയ്ൻ ചെയ്യാൻ അത്ര കഴിവുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും പെഡ്രോബോറാണെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ പെഡ്രോബോറയും ഡിന്നിയും യമാലും തമ്മിൽ നല്ല കണക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുബാർസി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ ആയിരിക്കും ഈ മാച്ചിലൊരു ഡിഫൈനിങ് ഏരിയ തോന്നുന്നത്. ഫ്രാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മൈക്കൽ ഒലീസ് തന്നെയാണ്, കാരണം റോഡ്രിയെ പിന്നെ എന്താ പറയുക ഇത് ചെയ്യണമെങ്കിൽ, അയാൾ മറ്റേ നിരായുധനാക്കണമെങ്കിൽ, ആ കോട്ടവാതിൽ തുറക്കണമെങ്കിൽ ഒലീസിൻ്റെ ഡ്രിബ്ലിങ്ങിനും അയാളുടെ ഒരു പിന്നെ പ്രസൻസിനും കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രഡിക്ഷനും കൂടെ പറയാൻ നമുക്ക്. പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു പിന്നെ ഷൂട്ടൗട്ടിലേക്ക് പോകും. ഏത് ഫ്രാൻസും സ്പെയിനും? ഫ്രാൻസും സ്പെയിനും ഞാൻ പറയുന്നു ഫുൾ ടൈമിൽ കളി തീരും. 2-1 ആരായിരിക്കും? ഫ്രാൻസ്. ആഗ്രഹം സ്പെയിൻ ആഗ്രഹം സ്പെയിൻ വരണമെന്നാണ്, പക്ഷെ ഞാൻ അതിന്റെ പ്രായോഗികതയാണ് പറയുന്നത്. 2-1. അന്ന് ബ്രസീലിന്റെ മാച്ചിന്റെ അന്ന് നോർവേ ബ്രസീൽ കേക്ക് വാക്ക് ഇത് പറഞ്ഞു. അന്ന് രാവിലെ കളി കഴിച്ച് ആശയുടെ മെസ്സേജ് നാളെ ഈ കളി കഴിഞ്ഞിട്ട് ആൾക്ക് മെസ്സേജ് അയക്കട്ടെ, ഉള്ളിൽ ആഗ്രഹം. വാക്ക് തർക്കങ്ങൾ നമ്മൾ ഇനിയും തുടരും, കാരണം പക്ഷെ നമുക്ക് തുടരാനാകെ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ എന്നുള്ളതാണ്. അതെ, വരുമ്പോഴേ ഒരു വല്ലാത്ത ശൂന്യത. പക്ഷെ എന്നാലും ഈ ഒരു വേൾഡ് കപ്പ് ഓരോ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ 20-ാം തീയതി രാത്രി ആയിരിക്കും ലാസ്റ്റ് മാച്ച് വരുന്നത്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പ് പോഡ്കാസ്റ്റിൽ ഷാഫിക്കും സേഫൊക്കെ ഇനി മറ്റു ക്ലബിൽ വരും തോന്നുന്നു. അടുത്ത വേൾഡ് കപ്പിന് റിട്ടയർ ആവുന്ന പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഡിസ്കഷൻസ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.